ഗൈസ്, ഞാൻ കുറച്ച് തിരക്കുകളിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ടേ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിപ്പുളിയാണ്. ഉള്ളിപ്പുളിക്ക് ആവശ്യമായ സാധനങ്ങൾ: കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പുളിവെള്ളം, ശർക്കരയാണ്. അതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്തേക്ക് വെക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവേ. എണ്ണ ഉപയോഗിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ചെറിയ ജീരകം അഥവാ നല്ല ജീരകം എന്ന് പറയുന്ന ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അതിനകത്തേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മധുരവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണേ. നമ്മുടെ ഉള്ളിപ്പുളി ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. നമുക്കതിൻ്റെ പുളിയും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാം ശരിയായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്.